ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇപ്പോൾ 5 വൈൽഡ് കാർഡ് എൻട്രികൾ കയറിയിരിക്കുകയാണ്. ആരാന്നൊക്കെ ഞാൻ പറയാം. മസ്താനി ഉൾപ്പെടെ കയറിയിട്ടുണ്ട്. ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിൽ മസ്താനി നല്ല രീതിയിൽ രേണുവിട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ എന്തോന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ലാലേട്ടൻ്റെ എപ്പിസോഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറായിപ്പോൾ കേട്ടോ. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയിരുന്നില്ല. കാരണം പുള്ളി എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി. വേണ്ടുന്ന രീതിയിലൊന്നും ആരെയും അങ്ങോട്ട് പുള്ളി ചോദ്യം ചെയ്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനുമോളെ മാത്രം പുള്ളി ഒന്ന് ചോദ്യം ചെയ്തു. ബാക്കി എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം നിവിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് നിവിൻ ക്വിറ്റ് ചെയ്യുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഒട്ടും പോകുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ബിഗ് ബോസ് അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചേ അല്ല, വിചാരിച്ചതേ അല്ലെന്നാണ് പറയുന്നത്. ശരിയാണ്, നിവിൻ വിചാരിച്ചാണ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിടിച്ചങ്ങ് നിർത്തുമെന്ന് വിചാരിച്ചാണ്. എന്നാലും ഇനി മേലാൽ നിവിൻ പോകുമെന്ന് പറയത്തേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് വേറൊരാളും കൂടെ ഇനിയുണ്ട്, പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. എന്നിട്ട് രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രേണു ഇനി പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും രേണുവിൻ്റെ എപ്പോഴത്തെയും സംസാരം പോലെ വേണ്ട ലാലേട്ട, പോകണ്ട ലാലേട്ട, ഞാനിവിടെ നിന്നോളാം ലാലേട്ട എന്ന് ഒരു മുഖഭാവമൊക്കെ കാണിച്ചായിരുന്നു. അപ്പം പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇനി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ എടുത്ത് വെളി കളയുമെന്നും പറയുന്നുണ്ട്. ഇവിടെ അനുവിൻ്റെയും അതുപോലെ ജിസേലിൻ്റെയും കേസ് എടുക്കുവാണെങ്കിൽ രണ്ടുപേര് ചെയ്തതും തെറ്റാണ്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്തത്? ലാലേട്ടൻ ചെയ്തത് എന്താണ്? ജിസേലിനെ സപ്പോർട്ട് ചെയ്യുകയും അനുവിനെ ക്രൂശിക്കുകയുമാണ് ചെയ്തത്, അല്ലേ? രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ ഇവിടെ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുകയും ഒരാളെ മാത്രം ക്രൂശിക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഈ ഒരു സീസണിലും ഇത്രയും ഒരു ഗ്രൂപ്പ് കളിച്ച് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഒരു ബിഗ് ബോസ് സീസണിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ അനുമോളെടുത്ത് ജിസയിൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണല്ലോ അനുമോൾ അത് തുടച്ച് കാണിച്ചു കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് ലാലേട്ടൻ അവിടെ ചോദിച്ചില്ല? അത് തുടയ്ക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ, തെളിയിക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ അത് തുടച്ചതെന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല? പക്ഷെ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഫുള്ള് മറ്റുള്ള ആൾക്കാർക്കായിരുന്നു ഫുള്ള് സപ്പോർട്ട് കൊടുത്ത് പുള്ളി സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അനുവിനെ ഫുള്ള് അവിടെ ക്രൂശിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ എന്നും ഈ അനുമോളെ മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ കുടയാതെ വല്ലപ്പോഴും ആ പാവാട ടീംസിനെയും അതുപോലെ കുറേ വാഴകളുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കുടയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ മറ്റേ ബിന്നിയാണ് റെനയ്ക്ക് മറ്റേ ഈ ചൈനീസ് വേർഡിൻ്റെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അത് ബിന്നിയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം അതും ചോദിക്കണമായിരുന്നു അവിടെ. അപ്പം ബിന്നിയൊക്കെ ആണെങ്കിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ ഗെയിം കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നോക്കിയിട്ട് അനീഷും ഷാനവാസും പൊളിയാണ് കേട്ടോ. ഇവർ രണ്ടും സത്യസന്ധമായിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ഇവർ അവതരിപ്പിക്കുന്നത് കേട്ടോ. നല്ല രീതിയിലാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതും അതേ രീതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അവിടെ അവർ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അനീഷിക്കാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പുള്ളിയെ കുറേ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പേരെ പുള്ളി ഇഷ്ടപ്പെടുന്നുണ്ട്. പുള്ളി ഒരു നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു വ്യക്തി തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം പുള്ളിയെ നമ്മൾ അംഗീകരിച്ച് വരുന്നുണ്ട്. കാരണം ഇച്ചിരിയെങ്കിലും ഒരു മനുഷ്യത്വമുള്ളൊരു വ്യക്തി ഈ അനീഷ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈജീൻ്റെ കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഭയങ്കര പറയുന്ന ഈ ലാലേട്ടനും ബിഗ് ബോസും എന്തുകൊണ്ട് ഈ ജിസേല് മറ്റേ ചപ്പാത്തി മാവ് വെച്ച് കഷം ചൊറിയുന്ന ലൈവിനകത്ത് കാണിച്ചില്ല, എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് ചോദിച്ചില്ല? അല്ലെങ്കിൽ ഈ അവിടെ നടക്കുന്ന ഈ ചെറിയ കാര്യങ്ങൾ വരെ എടുത്ത് ചോദിക്കുന്ന ലാലേട്ടൻ ഈ ഒരു വിഷയമൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ ചോദിക്കണമായിരുന്നു. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ലൈവിൽ 5 വൈൽഡ് കാർഡുകൾ എൻട്രി ചെയ്തിട്ടുണ്ട്. 1 വേദലക്ഷ്മി, 2 പ്രവീൺ, 3 സാബുമാൻ. ഇവരെയൊക്കെ അറിയാമെന്നും വിചാരിക്കുന്നു, കാരണം എനിക്ക് ഇവരെയൊന്നും അറിയത്തില്ല കേട്ടോ. എനിക്ക് പിന്നെ 4മതായിട്ട് ജിഷൻ, മസ്താനി, ഈ 2 പേരെ എനിക്കറിയാം, ബാക്കി 3 പേരെ എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൽ എനിക്ക് ഇച്ചിരിയെങ്കിലും പ്രതീക്ഷയുള്ളത് ജിഷനെ മാത്രമാണ്. കാരണം പുള്ളിക്കാരൻ ഈ സ്റ്റാർ മാജിക് അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് എനിക്കൊരു പ്രതീക്ഷയുള്ളത് ഈ ഒരു വ്യക്തിയെ മാത്രമാണ്. അപ്പം എന്തായാലും ഇവർ കയറി കഴിഞ്ഞിട്ട് ഇവർക്കൊരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. വൈൽഡ് കാർഡായിട്ട് വന്ന 5 പേരെടുത്ത് ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്കാണ് മലയാളം നല്ലതുപോലെ വായിക്കാൻ അറിയാവുന്നത്? അപ്പം പ്രവീൺ എണ്ണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ റൂമിൽ ഒരു ടാസ്ക് ലിറ്റർ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ ടാസ്ക് ലിറ്റർ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ വായിക്കുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മുട്ടം പണിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ള വ്യക്തി, അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ പേര് പറയുക. അതുപോലെ ആ ഗ്രൂപ്പിലുള്ളതും എന്നാൽ ഇല്ല എന്ന് പറഞ്ഞ് നടിച്ച് അവിടെ പറ്റിച്ച് നടക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളെയും പേര് പറയുക. എന്നിട്ട് ആ ബിഗ് ബോസ് വീട്ടിലേ ഇല്ലാത്തൊരാൾ, ആ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെയും
നിങ്ങൾ പറയുമോ എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം പണി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അവിടെ അക്ബറിൻ്റെ പേര് പറയുന്നുണ്ട്, ഗ്രൂപ്പ് ഫോം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അനുവിൻ്റെ പേര് പറയുന്നുണ്ട്, അതുപോലെ ഷാനവാസിൻ്റെ പേര് പറയുന്നുണ്ട്. അവിടെ മസ്താനി രേണുസുതിയെ പൊളിച്ചടിക്കുന്നതാണെങ്കിൽ പറയാം കേട്ടോ. നാണം കെടുത്തി ഉപ്പാടിളക്കി വിട്ട് കളഞ്ഞ്. മസ്താനി ചോദിക്കുവാണ്, ഈ വീട്ടിൽ 72 ക്യാമറ ഉണ്ടായിട്ടും ഇവിടെ ഒരു ക്യാമറയുടെ മുമ്പിൽ പോലും പെടാതെ എങ്ങനെയാണ് ഇവിടെ ഇത്രയും ബോറിംഗ് ആയിട്ട് മുങ്ങി നടക്കുന്നതെന്ന്. ഈ വീട്ടിൽ ഒരേ ഒരു ബോറിംഗ് കണ്ടസ്റ്റന്റ് രേണുസുതിയാണ്. ഇത്രയും ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണ് മുങ്ങി നടക്കുന്നതെന്ന് രേണുസുതി എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ രേണുസുതി പറയുകയാണ് അതെൻ്റെ ഒരു കഴിവാണെന്ന്. അപ്പം മസ്താനി അതിന് കൊടുത്തൊരു മറുപടി, അത് കഴിവല്ല, കഴിവ് കേടാന്ന്. എൻ്റെ പൊന്നോ, നാണം കെടുത്തി എന്ന് പറഞ്ഞാൽ നാണം കെടുത്തി ഉമ്മത്തിരിയാക്കി കളഞ്ഞ കേട്ടോ. അനീഷിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും വന്നിട്ട് പരിചയപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ജിഷനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ആ പുള്ളിയെ അറിയാത്തതായിട്ടുള്ള ആരുമില്ല. ഇപ്പം സീരിയലിലായിക്കോട്ടെ, ഓരോ പ്രോഗ്രാമിലായിക്കോട്ടെ, സ്റ്റാർ മാജിക്കിൽ ഉള്ളൊക്കെ വ്യക്തിയാണ് ജിഷൻ. അപ്പം ജിഷൻ വന്നിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുന്നു. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അനീഷ് ഇങ്ങോട്ട് ഇപ്പം എൻട്രി ചെയ്യുന്നപ്പം ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് കാണിച്ചൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങോട്ട് വന്നിട്ട് ആരാ പേരെന്തോന്ന് ചോദിക്കുന്ന ഒരു പരിപാടി, അത് ജിഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പം ജിഷൻ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജിഷൻ പറയുന്നുണ്ട്, അനുമോളുടെ അടുത്ത് ഇറക്കിയ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല, എനിക്കറിയാം ഇതൊരു ഗെയിം പ്ലാൻ ആണെന്ന് അറിയാം. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല, എനിക്ക് പേരറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് അത് ജിഷൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു അനുമോളുടെ അടുത്ത് നിന്നിട്ട് പേര് ചോദിക്കുന്നതൊക്കെ, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ പരിപാടി വേലയായിട്ട് വരല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ജിഷൻ പറയുന്നുണ്ട്, നല്ലതുപോലെ അരക്കി കലക്കി കുടിച്ചിട്ട് ബിഗ് ബോസ് അരക്കി കലക്കി കുടിച്ചിട്ട് വന്നതെന്ന് എനിക്കറിയാം. എന്തായാലും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമ്മളെല്ലാവരും ഉണ്ടെന്ന് നിനക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്തിനാണ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാം അവിടെ നിന്ന് കുറേ സംസാരമൊക്കെ ആവുന്നു. അത് കഴിഞ്ഞിട്ട് ജിഷൻ പറയുന്നുണ്ട്, ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്ക് ലാലേട്ടൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ, അതൊരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ടാസ്ക് ലെറ്റർ കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ ഇവരെല്ലാം അവിടെ ഇരിക്കുകയാണ്, വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരും. അപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിലുള്ള ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻസും എല്ലാം അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ സ്പേസ് ഇല്ല, സ്പേസ് കുറഞ്ഞു. ഈ 5 പേരും കൂടെ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ടൈറ്റായി, അപ്പോൾ സ്പേസ് കുറഞ്ഞു അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നൂറയും റെന ഫാത്തിമയും കൂടെ അവിടെ കിടന്നിട്ട് വഴക്കുണ്ടാവുന്നു. അപ്പോൾ അവരെ പിടിച്ചു മാറ്റാനും സമാധാനിപ്പിക്കാനൊക്കെ എല്ലാവരും കൂടെ എണ്ണീച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ സ്പേസ് ആവുന്നു. അപ്പം അനീഷാണ് ഇവിടെ ആദ്യം സൈഡിൽ വന്നിരുന്നത്. എന്നുവെച്ചാൽ ഈ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ, സോഫയുടെ സൈഡിൽ വന്നിരുന്നിട്ടുള്ളത് അനീഷായിരുന്നു. അപ്പം അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റെനയും നൂറയും തമ്മിൽ അവിടെ എന്തൊക്കെയോ സംസാരം ഉണ്ടാവുന്നു. അപ്പോൾ അവരെ സമാധാനിപ്പിക്കാനും പിടിച്ചു മാറ്റാനൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് എണീച്ച് പോകുന്നു. അപ്പോഴത്തേന് അനീഷ് എല്ലാവരും എണീച്ച് പോകുന്നു. അപ്പോൾ അനീഷാണ് ഈ സോഫയുടെ കോർണർ സൈഡിൽ വന്നിരുന്നിട്ടുള്ളത് ആദ്യം. അപ്പം അവിടെ പോകുന്ന സമയത്ത് ഈ വേദലക്ഷ്മി പിന്നെ എല്ലാവരും കൂടെ വന്ന് പെട്ടെന്ന് വന്ന് കയറിയിരിക്കുന്നു. അപ്പം വേദലക്ഷ്മി വന്ന് അനീഷ് ഇരുന്ന് അതേ സ്പേസിൽ വന്ന് സൈഡിലിരിക്കുന്നു. അപ്പോൾ തിരിച്ച് അനീഷ് വന്ന് നോക്കിയപ്പം പുള്ളിക്കാരന് സ്ഥലമില്ല. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ സൈഡിലോട്ട് മാറി നിൽക്കുന്നു. അപ്പം ബിഗ് ബോസ് അപ്പം കുറേ പറയുന്നുണ്ട്, ഇച്ചിരി നീങ്ങിയിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്ഥലമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു, അനീഷ് എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേദലക്ഷ്മി എടുത്തിച്ച് ഇവിടെ നീങ്ങാൻ പറയുമ്പോഴത്തേക്ക് വേദലക്ഷ്മി പറയുന്നുണ്ട്, അതുകൊണ്ട് അപ്പുറത്തങ്ങണം പോയി ഇവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞ് അനീഷിനെ പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് തിരിഞ്ഞ് നടന്നിട്ട് അങ്ങോട്ട് പോയിട്ട് സെൻറ്ററിൽ എത്തിയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യാനാണ് വന്നതെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. എന്തായാലും സന്തോഷമുണ്ട്. കാരണം വൈൽഡ് കാർഡായിട്ട് വരുന്ന ആൾക്കാരെ ലക്ഷ്യം പിടിക്കുന്നത് നല്ലപോലെ ഗെയിം കളിക്കുന്ന ഒരാളെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും നിങ്ങളെ ഗെയിം കളിയൊക്കെ നടക്കട്ടെ, എവിടം വരെയൊക്കെ പോകുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ പോയിരിക്കുന്നുണ്ട്. എന്തായാലും അനീഷിന് കാര്യം മനസ്സിലായി. ഈ വൈൽഡ് കാർഡ് മൊത്തം ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ്. അനീഷിന് നല്ല സപ്പോർട്ടുള്ള കാര്യമെല്ലാം പുള്ളിക്കാരൻ എന്തായാലും മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവിടെ നല്ല രീതിയിൽ തന്നെ കയറി വന്ന വൈൽഡ് കാർഡിനെ എല്ലാം നല്ല രീതിയിൽ തന്നെ അനീഷ് ചൊറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജിഷൻ കയറി പേര് ചോദിക്കാൻ പോയപ്പം തന്നെ ജിഷൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു ലൈവിൽ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ബിഗ് ബോസിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡെയിലി ബിഗ് ബോസ് ഒരു വീഡിയോ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുക. സീ യു.